ഈ തിങ്കളാഴ്ച ദിവസവും ദൈവവചന പഠനത്തിനായിട്ട് തൃപ്പാദത്തിൽ നമുക്ക് കൂടി വരുന്നതിന് ഇടയായതിൽ സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ പ്രസ്താവിച്ചതുപോലെ ഇവിടെയുള്ള സഭാ പ്രവർത്തനത്തിൻ്റെ ഏതാണ്ട് ആരംഭകാലം മുതലേ ഇവിടെ വരുന്നതിനും ദൈവവചനം ശുശ്രൂഷിക്കുന്നതിനും ഇടയായിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ ആത്മീയ ബന്ധം നാളിതുവരെ സന്തോഷത്തോടെ തുടരുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ വിഷയത്തിൽ സഭ കാണിക്കുന്ന സഹകരണത്തിനും, സഭ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോ വ്യക്തികളും കാണിക്കുന്ന സഹകരണത്തിന് ഞാൻ നന്ദിയുള്ളവനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ തിങ്കളാഴ്ച തോറുമുള്ള ഈ വചന പഠനം ഈ നിലയിൽ വിജയകരമായി തുടരുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പകലിലെ യാത്രകൾ, ജോലി ഭാരം, മറ്റ് ബദ്ധപ്പാടുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും അതിൻ്റെ കൂട്ടത്തിൽ വൈകുന്നേരത്ത് വചന പഠനത്തിന് കൂടി വരുവാൻ നിങ്ങൾ കാണിക്കുന്ന ആ ശുഷ്കാന്തിക്കും സഹകരണത്തിനും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും ഒരു അനുഗ്രഹമായി ദൈവം നീതിയായി കണക്കിടുന്ന പ്രവൃത്തിയായി തീരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. വെളിപ്പാട് പുസ്തക പഠനം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 2 വർഷത്തോളം ആകുന്നു എന്നാണ് എൻ്റെ ധാരണ. നമ്മളെങ്ങും എത്തിയില്ല. ആ പുസ്തകത്തിൻ്റെ 5 അധ്യായങ്ങളാണ് കഴിഞ്ഞ ഈ ദീർഘമായ നാളുകൾ കൊണ്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഓരോ വാക്കുകളും വാക്യപ്രതിവാക്യമായി വാക്കുകൾക്ക് അർത്ഥങ്ങൾ ഉള്ളത് മനസ്സിലാക്കി വളരെ സാവകാശം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ പെട്ടെന്ന് ഓരോ വിഷയങ്ങൾ, ഓരോ അധ്യായത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പറഞ്ഞങ്ങ് പോയിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ആ പുസ്തക പഠനം അവസാനിക്കുമായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഓർമ്മയിൽ നിൽക്കത്തക്ക വിധത്തിൽ അല്പം സാവകാശം, അതോട് ചേർത്ത് പ്രായോഗിക കാര്യങ്ങളും മനസ്സിൽ തങ്ങാവുന്ന വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങളൊക്കെ പറഞ്ഞാണ് നമ്മൾ ഈ പഠനം ഇങ്ങനെ സാവകാശം തുടരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നാളുകൾ പിന്നിടാനായിട്ട് ഇടയായിത്തീർന്നത്. ഇപ്പോൾ നമ്മൾ ആ പഠനത്തോട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ശാഖഭാഗമാണ് ചിന്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 70 ആഴ്ചവട്ടം എന്നുള്ള ഒരു വിഷയമാണ്. ആ 70 ആഴ്ചവട്ടം വെളിപ്പാട് പുസ്തകവുമായി എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് ഒരു പക്ഷേ ചിന്തിച്ചേക്കാം. നമ്മളിപ്പോൾ ചിന്തിക്കുന്ന 70 ആഴ്ചവട്ടം എന്ന് പറയുന്ന വിഷയം ഇതിനകത്ത് ചേർത്ത് ചിന്തിക്കാതെ അതങ്ങ് വിട്ടിട്ട് പുസ്തക പഠനം തുടർന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ അത് പോരാ. ഇനിയുള്ള അധ്യായങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ, അതായത് ഇതിനിടയ്ക്ക് കയറി ചിന്തിക്കുന്ന 70 ആഴ്ചവട്ടം എന്നുള്ളത് നമുക്ക് മറക്കാനാവാത്ത, ഇടയ്ക്കിടയ്ക്ക് പരാമർശിക്കേണ്ടി വരുന്ന ഒരു അവിഭാജ്യ ഭാഗമായതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം കൂടെ ഇതിനകത്ത് ചേർത്ത് ചിന്തിക്കുന്നത്. അങ്ങനെ 70 ആഴ്ചവട്ടം എന്ന് പറയുന്ന ഈ വിഷയത്തിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്, ഇന്ന് കേൾക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ ധാരണ. എൻ്റെ അറിവ് ശരിയെങ്കിൽ അങ്ങനെ 4ാമത്തെ ക്ലാസ്സാണ്. ഇനി ഒരു ക്ലാസ് കൂടെ ഈ വിഷയത്തിൽ ഉണ്ടാകും, അത് അടുത്ത ക്ലാസ്സിൽ പറയും. അങ്ങനെ അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും 70 ആഴ്ചവട്ടം എന്നുള്ള ആ ഭാഗം പൂർണ്ണമാകും. പിന്നെയും നമ്മൾ പഴയതുപോലെ വെളിപ്പാട് പുസ്തകം 6ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം മുതൽ തുടരുകയും ചെയ്യും. അതിന് സഹായകരമായിട്ടാണ് ഈ ഭാഗം നമ്മൾ ഇടയ്ക്ക് കയറി ഒന്ന് ചിന്തിക്കാനിടയായത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചിന്തിച്ച 3 ക്ലാസ്സുകളിലും ചിന്തിച്ച കാര്യങ്ങൾ മുഖവരയിൽ ആവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പഠനം മുമ്പോട്ട് പോകത്തില്ല. എന്നാലും പറയാതിരിക്കാനും നിവൃത്തിയില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ഒന്ന് ഓട്ടിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്കിന്ന് ദാനിയേൽ പ്രവചനം, ഇപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വായിക്കുന്ന, സ്ഥിരം വായിച്ചു കൊണ്ടിരിക്കുന്ന ദാനിയേൽ പ്രവചനം 9ാം അധ്യായം അതിൻ്റെ 20 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ വായിക്കുകയും ബാക്കിയുള്ളവർ അതൊന്ന് ശ്രദ്ധിക്കുകയും ചെയ്യണം. നമ്മൾ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ എപ്പോഴും ഈ ഭാഗം ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നും കൂടി നമുക്ക് വായിക്കാം. ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി നന്നായി തെറ്റുകൂടാതെ വായിക്കുകയും മറ്റുള്ളവരത് ശ്രദ്ധിക്കുകയും ചെയ്യുക. ദാനിയേൽ പ്രവചനം 9ാം അധ്യായം 20 മുതൽ 27 വരെ.
മതി, വളരെ നല്ലത്, വായിച്ചതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ദാനിയേൽ എന്ന് പറയുന്ന പ്രവാചകൻ, ദാനിയേൽ എന്ന ദൈവപുരുഷൻ കാണുന്ന ഒരു ദർശനമാണ് നമ്മൾ ഈ വായിച്ച വേദഭാഗം എന്ന് പറയുന്നത്. ഈ ദർശനം കാണുമ്പോൾ ദാനിയേൽ ബാബിലോണിലായിരിക്കുന്നു. അദ്ദേഹം എന്തുകൊണ്ട് ബാബിലോണിലായിരിക്കുന്നു എന്നുള്ളത് ഇവിടെ പലവട്ടം പറഞ്ഞതാണ്, നിങ്ങൾക്കറിയാം. അദ്ദേഹം പ്രവാസിയായിട്ട് ബാബിലോണിലായിരിക്കുന്നു. ദാനിയേൽ മാത്രമല്ല, ദാനിയേൽ ഉൾപ്പെടുന്ന യഹൂദ ജനതയെയും ആ യഹൂദ ജനതയെ മുഴുവനും ഘട്ടം ഘട്ടമായിട്ട് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ പിടിച്ചുകൊണ്ടുപോയി ഇപ്പോൾ ബാബിലോണിൽ ഇവർ കഴിയുകയാണ്. പിടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ ഏതാണ്ട് 70 വർഷത്തോളം തികയാറായി വരുന്ന ഒരു സമയമാണ്. അങ്ങനെ അവിടെ പ്രവാസിയായിട്ട് കഴിയേണ്ടി വന്നതിന് കാരണവും പറയുന്നുണ്ട്. മുമ്പേ നമ്മൾ കേട്ടതാണ്. ഇവർക്ക് സബത്താചരണമുണ്ടല്ലോ, സബത്താചരണം. 6 ദിവസം ജോലി ചെയ്തിട്ട് 7-ാം ദിവസം അവർ സ്വസ്ഥമായിരിക്കണം. അത് അവരുടെ വ്യക്തിപരമായ ആളുകളോട് ബന്ധപ്പെട്ട സബത്താണ്. ഇതിന് പുറമെ 6 വർഷം അവരുടെ ഭൂമി കൃഷി ചെയ്തു കഴിഞ്ഞാൽ 7-ാമത്തെ വർഷം കൃഷിയിടം കൃഷി ചെയ്യരുത്. തൂമ്പ കൊണ്ട് കിളയ്ക്കുകയോ മറ്റ് ഭൂമിയിൽ അധ്വാനമൊന്നും ചെയ്യാൻ പാടില്ല. അതിനെ ഫ്രീ ആയിട്ട് ഇട്ടേക്കണം. അത് ഭൂമിയുടെ സബത്താണ്. എന്തിൻ്റെ സബത്താണ്? ഭൂമിയുടെ സബത്ത്. അപ്പോൾ ആ 7-ാം വർഷം അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവരുടെ ആഹാരം, എങ്ങനെയാണ് ഇവരുടെ കഞ്ഞുകൂടിയൊക്കെ നടക്കുക? അതിന് ഒരു പ്രത്യേകത, അതൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞ ഭാഗത്തുള്ളതാണ്, അതുകൊണ്ട് ഇനി ആവർത്തിക്കുന്നില്ല. ആ 7-ാം വർഷം ഭൂമി താനേ വിളയുമെന്നുള്ളതാണ്. അതെന്തൊരു അതിശയകരമായ കാര്യം. അവർ പണിയെടുക്കണ്ട, അവർ കൃഷി ഇറക്കണ്ട. അവർ എന്ത് കൃഷി ചെയ്ത് ഉപജീവിക്കുന്നുവോ ആ ഉപജീവന മാർഗം കൃഷി ചെയ്യാതെ ഭൂമി വിളയിച്ചു കൊടുക്കുന്നു. അതെടുത്ത് അവർ അനുഭവിക്കണം. പക്ഷേ അത്യാഗ്രഹികളായ ഈ ജനമുണ്ടോ ഇതനുസരിക്കുവാൻ? അവർ അത് ചെയ്യുന്നില്ല. അവർ പഴയതുപോലെ കൃഷി ചെയ്ത് ദൈവത്തോട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വെല്ലുവിളിക്കുന്നു എന്ന് പറയാം. അതിൻ്റെ ഫലമായിട്ടൊരു ശിക്ഷ എന്നോണമാണ് ദൈവം ഇവരെ എന്ത് ചെയ്യുന്നത്? ബാബിലോണിലേക്ക് പ്രവാസികളായിട്ട് അയച്ചത്, പിടിച്ചുകൊണ്ടുപോയത്. അതൊരു വലിയ സംഭവമായിരുന്നു. യെരുശലേം ദേവാലയത്തെയും നശിപ്പിച്ച് നഗരത്തെയും ചുട്ടുകളഞ്ഞ് അതിനകത്തുള്ള വിശുദ്ധ ഉപകരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവൻ ബാബിലോണിലേക്ക് നെബൂഖദ്നേസർ രാജാവ് പോവുകയും ചെയ്തു. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ, അങ്ങനെ പോകുന്ന സമയത്ത് ദാനിയേൽ എന്ന ആ വ്യക്തിക്ക് ഏതാണ്ട് 17ഓളം വയസ്സ് പ്രായമുണ്ടെന്നാണ് പൊതുവെ ധരിക്കുന്നത്. ഇപ്പോൾ വർഷങ്ങൾ കുറേയായി. ഇപ്പോൾ ഏതാണ്ട് ദാനിയേൽ 10-75-80 വയസ്സ് പ്രായമുള്ള 85-ലധികം വയസ്സ് പ്രായമുള്ള ഒരാളായിരിക്കണമെന്ന് വേണം ഊഹിക്കുവാൻ. ഇതേ അവിടെ ഇരുന്ന് വായിച്ചു കൊണ്ടിരുന്നപ്പോൾ വായിച്ച പുസ്തകം യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം. ആ പുസ്തകത്തിനകത്ത് ഈ പ്രവാസകാലം ഇത്ര വർഷം കൊണ്ട് തീരുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. അങ്ങനെ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് കുറവുകൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ വരുന്നു ഗബ്രിയേൽ ദൂതൻ ദാനിയേലിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനാകുന്നു. പ്രത്യക്ഷനായിട്ട് ഗബ്രിയേൽ ദൂതൻ ദാനിയേലിനോട് പറയുകയാണ്, ഇപ്പോഴത്തെ 70 വർഷ പ്രവാസം കഴിഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് സ്വദേശത്തേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ ദൈവം നിനക്ക് വെളിപ്പെടുത്താൻ പോവുകയാണ്. അതാണ് വിഷയം. ഈ 70 വർഷത്തെ കാര്യം പോട്ടെ, അത് വേറൊരു സംഭവം. അതിൻ്റെ കൂട്ടത്തിൽ ദൈവം നിൻ്റെ ജനത്തിനും യെരുശലേം നഗരത്തിനും ഒരു 70 ആഴ്ചവട്ടം കൂടെ എന്ത് ചെയ്തിരിക്കുന്നു? മാറ്റിവെച്ചിരിക്കുന്നു. 70 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടതാണ്. ഒരാഴ്ച എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ 7 ദിവസമല്ല. ഒരാഴ്ച എന്ന് പറയുന്നത് 7 വർഷമാണ്. അത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 70നെ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? 490. അപ്പോൾ നിൻ്റെ ജനത്തിനും യെരുശലേം നഗരത്തിനും വേണ്ടി ദൈവം തൻ്റെ കാര്യപരിപാടിയിൽ ഒരു 490 വർഷം എന്ത് ചെയ്തിരിക്കുന്നു? ചരിത്രത്തിൽ മാറ്റിവെച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ഇതൊന്ന് മനസ്സിലാക്ക്. ഇത് പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. ദാനിയേലിനോട് ദൈവം പറയുകയാണ്, ദൂതനയച്ച് പറയുകയാണ്, യഹൂദ ജനതയ്ക്ക് വേണ്ടി ദൈവം ഈ ചരിത്രത്തിൽ ഒരു 490 വർഷം പ്രത്യേകിച്ച് മാറ്റി വച്ചിരിക്കുകയാണ്. ഈ 490 വർഷം ഇനി പറയുന്ന 490 മാത്രമല്ല,
ഈ ജാതിയുടെ ഉത്ഭവം മുതലുള്ള ചരിത്രം പുറകിലേക്ക് ഇറങ്ങി നോക്കിയാൽ ഇതുപോലെ വേറെയും 490 വർഷം ഇവരുടെ ജീവിതത്തിൽ മാറ്റി മാറ്റി വെച്ച് ദൈവം ഇവരോട് പ്രത്യേകം ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചില 490 അന്ന് ചിന്തിച്ചതാണ്. ഇനി അവയിലേക്ക് മടങ്ങിപ്പോയാൽ നമുക്ക് നിവൃത്തിയില്ല, പോകാൻ പറ്റത്തില്ല. അബ്രഹാം മുതൽ മിസ്രയീമിലെ പ്രവാസം കഴിഞ്ഞ് വരുന്നത് വരെ, അത് കഴിഞ്ഞ് യെരുശലേം ദൈവാലയ പ്രതിഷ്ഠ വരെ, അങ്ങനെ നമ്മളൊരു 3 കാലഘട്ടങ്ങൾ 490 ചിന്തിച്ചതാണ്. അതിന് പുറമെ ഇപ്പോഴിതാ ഒരു 490 വർഷം കൂടെ ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നിൻ്റെ ജനത്തിന് വേണ്ടി ദൈവം മാറ്റി വച്ചിരിക്കുകയാണ്. ഇതൊക്കെ ചിന്തിച്ച് കഴിഞ്ഞ ഭാഗമായതുകൊണ്ട് ഇനി വിവരിപ്പാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അങ്ങ് വിടുകയാണ്. അപ്പോൾ ഈ 490, നാലാമത്തെ 490 ദാനിയേലിന് ദൈവം ദാനിയേൽ പ്രവചനത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുന്ന 490 അഥവാ 70 ആഴ്ചവട്ടം എന്ന് ആരംഭിക്കുന്നു എന്നതിന് ഒരു പ്രസക്തിയുണ്ട്. എന്നാരംഭിച്ചത്? ഈ 70 ആഴ്ചവട്ടം എന്ന് പറയുന്ന ആ കാലക്കണക്ക് എന്നാണ് ചരിത്രത്തിൽ ആരംഭിച്ചത്? ആർക്കെങ്കിലും ക്ലാസ് ഗ്രഹിച്ചവർ പറയാമോ? അല്ല, അത് ഫസ്റ്റ് 490 ആദ്യത്തെ 70 ആഴ്ചവട്ടം. ദാനിയേലിന് ഇപ്പോൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന 70 ആഴ്ചവട്ടം എന്ന് മുതൽ ആരംഭമായി. ഇവിടെ എടുത്ത് പറഞ്ഞതാ ക്ലാസ്സിൽ, പറയാമോ? അതെ, അത് തുടങ്ങിയത് ആ 70 ആഴ്ചവട്ടത്തിൻ്റെ ആരംഭം നോക്കിക്കേ. ചിലപ്പോൾ നിങ്ങൾക്കത് മറന്നു കാണും. 25-ാം വാക്യം നോക്ക്. 25-ാം വാക്യം, അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന അതുമുതൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതലാണ് ഇവിടെ പറയുന്ന 490-ാം വർഷം അല്ലെങ്കിൽ 70 ആഴ്ചവട്ടം സ്റ്റാർട്ടാകുന്നത്, തുടങ്ങുന്നത്. മനസ്സിലായോ? ഇത് നമ്മൾ ചിന്തിച്ചതല്ലേ? യെരുശലേമിനെ യഥാസ്ഥാനം എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു കിടക്കുക. യെരുശലേം മതിൽ ഇടിഞ്ഞ് തീ വച്ച് ചുട്ട് ദൈവാലയമൊക്കെ ആക്രമിക്കപ്പെട്ട് മൊത്തത്തിലൊരു പരിതാപകരമായ അവസ്ഥയിൽ കിടക്കുകയാണ്. ഈ കിടക്കുന്ന യെരുശലേമിനെ പുതുക്കി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് ആരായി കൽപ്പന പുറപ്പെടുവിച്ച്? പാർശ്യ രാജാവായ അർത്തസഷ്ഠ രാജാവിൻ്റെ കാലത്ത് അദ്ദേഹം പുറപ്പെടുന്നു. എവിടെയാ അതിനുള്ള വേദാധാരം? ഞാൻ പറഞ്ഞല്ലോ, ഇത് ചിന്തിച്ച് കഴിഞ്ഞ ക്ലാസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വാക്യങ്ങളെടുത്ത് പറഞ്ഞ് തുടരാൻ വരാത്തത്. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതാണ്. നെഹമ്യാവ് അവിടെ ഈ ദാനിയേലിനെ പോലെ പ്രവാസിയായി ഇരിക്കുമ്പോഴാണ് ഈ കൽപ്പന പുറപ്പെടുന്നത്. അങ്ങനെ ആ കൽപ്പന പുറപ്പെടുന്നത് മുതൽ ഏതുവരെയാ നോക്കിക്കോ. അഭിഷിക്തനായ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ എടുത്തില്ലേ, വേദഭാഗം എടുത്തില്ലേ? 9:25 കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ പ്രഭു. ഈ ഭാഗം വായിച്ചാൽ 2 പ്രഭുക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് അഭിഷിക്തനായ പ്രഭു 25-ാം വാക്യത്തിൽ, വേറൊരു പ്രഭു ഉണ്ട് 26-ാം വാക്യത്തിൽ. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭു. കണ്ടോ, ഈ 2 പ്രഭു എന്ന പേരിൽ പറഞ്ഞിരിക്കുന്ന 2 പേർ. ഒന്ന് അഭിഷിക്തനായ പ്രഭു. ഈ അഭിഷിക്തനായ പ്രഭു ആരെന്നറിയാമോ? യേശു ക്രിസ്തുവാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ്. വരുവാനിരിക്കുന്ന പ്രഭു ആരാ? വരുവാനിരിക്കുന്ന പ്രഭു അന്തിക്രിസ്തുവാണ്. അത് പ്രത്യേകിച്ച് ഓർത്തു വെച്ചോ. നമ്മളിപ്പോൾ അങ്ങോട്ട് കടക്കുന്നില്ല, മനസ്സിലൊന്ന് ധരിക്കാൻ വേണ്ടി ഓർപ്പിച്ചതാണ്. അപ്പോൾ 70 ആഴ്ചവട്ടം ആരംഭമാകുന്നത് യെരുശലേം നഗരത്തെ പുതുക്കി പണിയുവാൻ അർത്തസഷ്ഠ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചത് മുതൽ. അത് BC 445 കഴിഞ്ഞ ക്ലാസ്സുകളിൽ അത് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുറിക്കുകയും ചെയ്തതാണ്. BC 445 ഈ കൽപ്പന പുറപ്പെടുന്നത്. ഇനി ഇതിനിടയിൽ ഒരു ശ്രദ്ധിക്കേണ്ടത്, ഈ 70 ആഴ്ചവട്ടത്തെ ഈ വേദഭാഗത്ത് തന്നെ 3 ഗ്രൂപ്പുകളായിട്ട് പിരിച്ചിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? 3 ഗ്രൂപ്പുകളായി 70 ആഴ്ചവട്ടത്തെ 3 സെക്ഷനുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? ഒന്ന്, അതിൻ്റെ 25-ാം വാക്യത്തിൻ്റെ മധ്യഭാഗം മുതൽ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ പ്രഭു വരെ എത്രയാ? 7. അപ്പോൾ അതാണ് ആദ്യത്തെ
വിഭജനം, 2 62. അപ്പോൾ ഈ 7ഉം 62ഉം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ എത്രയായി? 69. ഇതിനകത്ത് നമ്മൾ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ മനസ്സിൽ ധരിക്കേണ്ടത് 70 ആഴ്ചവട്ടത്തെ 3ആയി പിരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യത്തെ 2 വിഭജനങ്ങൾ ചേർത്ത് ചിന്തിക്കുന്നതിന് കുഴപ്പമില്ല. ഏതൊക്കെ? ഈ 7 ആഴ്ചയും 62 ആഴ്ചയും ഒരുമിച്ച് ചേർത്തങ്ങ് ചിന്തിക്കുന്നതിൽ കുഴപ്പമില്ല. കാരണം ആ രണ്ടും കൂടെ ചേർന്നുള്ള 69 ആഴ്ചയിൽ നടക്കേണ്ടതെല്ലാം അത് ഒന്നിൻ്റെ കൂടെ ഒന്നായി ചേർന്ന് നടക്കുന്നതാണ്. അതുകൊണ്ട് പഠന സൗകര്യാർത്ഥം കാര്യം മനസ്സിലാക്കാൻ ഈ 70 ആഴ്ചവട്ടത്തെ 2ആയി പിരിക്കാം. ആദ്യത്തെ 2 വിഭജനവും ചേർത്ത് ഒന്നായി 69 ആഴ്ചയായിട്ടും പിന്നെ ശേഷിക്കുന്ന ഒടുവിലത്തെ 1 ആഴ്ചവട്ടം അത് ലാസ്റ്റിൽ. അങ്ങനെ പിരിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, BC 445 അർത്ഥസഷ്ഠ രാജാവ് ഈ യെരുശലേമിനെ പുതുക്കി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ തുടങ്ങുന്ന ഈ ആഴ്ചവട്ടം, അതായത് 69 ആഴ്ചവട്ടത്തിൻ്റെ തുടക്കം അവിടെ തുടങ്ങുകയാണ്. അത് തീരുന്നത് എപ്പോഴാണ്? 69 ആഴ്ചവട്ടം തീരുന്നത് യേശു ക്രിസ്തു കഴുതപ്പുറത്ത് യെരുശലേമിലേക്ക് പോയ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ അല്പം വിശദമായി പറഞ്ഞതാണ്. ആ പോകുന്ന പോക്കിലാണ് കർത്താവ് യെരുശലേമിലേക്ക് ചെന്നിട്ട് അവരോട് പറയുകയാണ്, ഈ നാളിൽ നിൻ്റെ സമാധാനത്തിനായുള്ളത് നീയും അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ആ ദിവസം കർത്താവ് യെരുശലേമിലേക്ക് പോകുന്നു. അവർ കർത്താവിനെ നിഷേധിക്കുന്നു, തള്ളിക്കളയുന്നു. ബാക്കി നടക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാം. ആ പോക്കിൽ കർത്താവിനെ അവർ രാജാവായിട്ടോ രക്ഷകനായിട്ടോ ഒന്നും സ്വീകരിച്ചില്ല, തള്ളിക്കളയുകയായിരുന്നു. പീലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് അവനെ ഉപേക്ഷിച്ചു. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ അഭിഷിക്തനായ പ്രഭു എന്ത് ചെയ്യപ്പെട്ടു? ഛേദിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നടക്കുന്നു. അതോട് ചേർന്ന് വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ ആളുകൾ വന്ന് ഈ നഗരത്തെ എന്ത് ചെയ്യുന്നു? ഇടിച്ചു കളയുന്നു. ഇതിപ്പോൾ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? 70 ആഴ്ചവട്ടത്തിൻ്റെ ആദ്യത്തെ 69 ആഴ്ചവട്ടം തികയുമ്പോൾ നടക്കേണ്ട അതിപ്രധാനമായ സംഭവങ്ങൾ 2. ഒന്ന് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും തൊട്ടുപുറകെ യെരുശലേമിൻ്റെ നാശവും. മനസ്സിലായോ? ഇപ്പം ഞാൻ പറഞ്ഞത് ഒന്ന് ക്ലിയറായോ? ബാക്കിയെല്ലാം നമുക്കങ്ങ് വിടാം. അത്രയും അങ്ങ് ഉള്ളിലങ്ങ് ഇറങ്ങിപ്പോകാതെ എളുപ്പത്തിൽ ചിന്തിക്കാവുന്നത് ദാനിയേലിനോട് ദൂതൻ പറഞ്ഞു കൊടുക്കുന്ന 70 ആഴ്ചവട്ടത്തിലെ ആദ്യത്തെ 69 ആഴ്ചവട്ടം എന്ന് പറയുന്നത് എന്ന് തുടങ്ങി? അർത്ഥസഷ്ഠ രാജാവ് കൽപ്പന പുറപ്പെടുന്ന അപ്പോൾ തുടങ്ങി. ആ 69 ആഴ്ചവട്ടം എപ്പോൾ തീരുന്നു? യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടുകൂടെ തീരുന്നു. അപ്പോൾ നടക്കേണ്ട 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അഭിഷിക്തനായ പ്രഭു ഛേദിക്കപ്പെടണം, അഥവാ ക്രൂശിക്കപ്പെടണം. വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ ആളുകൾ, അന്തിക്രിസ്തുവിൻ്റെ ആളുകൾ അഥവാ റോമൻ സൈന്യം വന്ന് ഈ പട്ടണത്തെ നശിപ്പിക്കുകയും ചെയ്തു. ഇത്രയും നടന്നു കഴിഞ്ഞു. മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കണോ? ആയതുപോലെയും ആകാത്തതുപോലെയൊക്കെയാണ് നിങ്ങളുടെ മുഖഭാവം കാണുമ്പോൾ ഇരിക്കുന്നത്. മനസ്സിലായോ? ജെറിക്ക് മനസ്സിലായോ? കുറച്ച് ഞാൻ ജെറിയുടെ കാര്യം എടുത്ത് ചോദിച്ചെന്നേ ഉള്ളൂ. എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് അങ്ങനെ ചോദിച്ചതാണ്. അപ്പോൾ ആ 69 ആഴ്ചവട്ടം അങ്ങനെ തീരുന്നു. അപ്പോൾ 69 കഴിഞ്ഞാൽ ഇനി എത്രയാണ് വരേണ്ടത്? ഏതാ നടക്കേണ്ടത്? 70ാമത്തെ ആഴ്ചവട്ടം. ഈ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 70 ആഴ്ച എന്നതിനെ തൽക്കാലം മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് അതിനെ 490 വർഷമെന്ന് ചിന്തിച്ചാലും തെറ്റില്ല. 2 ഒന്നാണ്. 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് വർഷക്കണക്കായി കൂട്ടിയാൽ അത് 490 വർഷം. അതിലെ 483 വർഷം തികയുമ്പോൾ നടക്കുന്ന കാര്യമാണ് ഇനി പറയുന്നത്. ഇനി അടുത്ത് ഈ 70 ആഴ്ചവട്ടത്തിൻ്റെ കൂട്ടത്തിൽ നടക്കേണ്ടതായ അടുത്ത വിഷയം 70 ആഴ്ചവട്ടത്തിൻ്റെ 70ാമത്തെ ആഴ്ച. 70 ആഴ്ചവട്ടത്തിൻ്റെ 70ാമത്തെ ആഴ്ച. 70ാമത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ ആ അവസാനത്തെ ഒരാഴ്ച എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 7 വർഷം. 7 വർഷം. അപ്പോൾ ഈ 69 കഴിഞ്ഞാൽ 70ാമത്തെ ആഴ്ചവട്ടം അതിൻ്റെ തുടർച്ചയായിട്ട് നടക്കുന്നില്ല.
ഇപ്പോൾ നമ്മൾ ആണ്ടുകൾ കൂട്ടുമ്പോൾ എണ്ണുമ്പോൾ എങ്ങനെ എണ്ണും? 1, 2, 3, 4 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ കാര്യത്തിൽ, ഈ പഠനത്തിൽ 69 വരെ എണ്ണിയാൽ അതുവരെ എണ്ണി വന്നതുപോലെ 70 എന്ന് എണ്ണാൻ പറ്റത്തില്ല. 69 കഴിഞ്ഞാൽ 70 വരുന്നതിന് മുമ്പ് ഇടയ്ക്കൊരു എന്തുണ്ട്? ഗ്യാപ്പുണ്ട്. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കൂടുതലായിട്ട് നമ്മൾ ചിന്തിച്ചത്, ഗ്യാപ്പ്. അതെന്തുകൊണ്ടാണ് ഗ്യാപ്പ് വന്ന്? നമ്മളല്ല ഗ്യാപ്പ് വച്ചിരിക്കുന്നത്. ദൈവം ഈ ജാതിയോട് ഇടപെടുന്ന ആ ചരിത്രത്തിൻ്റെ ഇടപെടലിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. ആ ഗ്യാപ്പ് എന്ന് തുടങ്ങി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നടന്നതിന് ശേഷം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ ശ്രദ്ധിച്ചോ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം വരെ ആ ഗ്യാപ്പ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ നീളുന്നു. അതാണ് ആ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ആ ഗ്യാപ്പ് ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ, ലോകത്തോട് ദൈവം ഇടപെടുന്ന ഇടപെടലിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. കാലങ്ങളെയും സമയങ്ങളെയും സ്വന്തം അധികാരത്തിൽ വെച്ച് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട ഒരു വിഷയമാണ്. നമുക്കത് ചോദിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഗ്യാപ്പ് വേറെ വേദഭാഗങ്ങളിൽ ഉണ്ടോ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 3 വേദഭാഗം ചിന്തിച്ചു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒന്ന്, യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്നും കർത്താവ് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് വായിച്ച ഒരു വേദഭാഗം, അല്ലയോ? അത് ഓർമ്മയുണ്ടല്ലോ. അതുപോലെ തന്നെ ഗോതമ്പ് കളപ്പുരയിൽ ചേർക്കുകയും പതിരുത്ത് കിടാത്ത തീയിലിടുകയും ചെയ്യുമെന്ന് പറയുന്നതിനകത്ത് ഒരു ഗ്യാപ്പ്. ഇങ്ങനെ 2-3 ഗ്യാപ്പുകൾ നമ്മൾ ചിന്തിച്ചു. ഈ ഗ്യാപ്പ് ദൈവം തൻ്റെ ജനത്തോട് ഇടപെടുന്ന ഒരു ഗ്യാപ്പാണ്. ഇനി ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് സഭാകാലമാണ്. അതിനെ നമ്മൾ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ കൃപായുഗം, പരിശുദ്ധാത്മയുഗം. ഇപ്പോൾ ഈ 2025 ഇപ്പോൾ ഈ ഡിസംബർ 1-ാം തീയതി എന്ന് പറയുന്ന ഈ നാളിൽ നമ്മളിവിടെ ആയിരിക്കുന്നത് ഈ 70 ആഴ്ചവട്ടം എന്ന് പറയുന്ന ഈ കാലക്കണക്കിൻ്റെ എവിടെ നിൽക്കുന്നു? എവിടെ നിൽക്കുന്നു? 69-നും 70-നും ഇടയ്ക്കുള്ള ആ ഗ്യാപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായോ? ഈ ഗ്യാപ്പ് അങ്ങനെ ദൈവം വെച്ചത് കൊണ്ടാണ് ജാതികളായ നമുക്ക് ഒരു വലിയ രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്നത്. ഈ ഗ്യാപ്പ് യഹൂദനല്ല. യഹൂദന് 70 ആഴ്ചവട്ടം എന്ന് പറയുന്ന 490 വർഷമാണ് യഹൂദന് വേണ്ടി ദൈവം വച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞു, നിൻ്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ദൈവം വെച്ചിരിക്കുന്നു. ഈ ഗ്യാപ്പിൻ്റെ കാലം അത്രയും യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൻ്റെ ശൂന്യത, അവൻ്റെ ഹൃദയം ഇപ്പോൾ അന്ധത പിടിച്ചിരിക്കുക, അവൻ്റെ ഹൃദയം കുരുട് പിടിച്ചിരിക്കുക, കാഴ്ചയില്ലാത്തവരായിരിക്കുക, മന്ദബുദ്ധികളെ പോലെ ആയിരിക്കുക, ഹൃദയം അങ്ങ് ഇരുണ്ടുപോയിരിക്കുക. ദൈവത്തെ അറിയേണ്ട വിധത്തിൽ അറിയാതെ, ദൈവത്തെ മറുതലിച്ച്, ദൈവിക പദ്ധതികളെ തകിടം മറിച്ച്, ദൈവിക വ്യവസ്ഥകൾക്ക് എതിരെ നിൽക്കുന്ന കാലം. അതുകൊണ്ട് ദൈവം അവരെ തള്ളിയിട്ട് ആ കാലത്ത് ദൈവം ഇതാ ജാതികളിൽ നിന്നൊരു കൂട്ടരെ എന്ത് ചെയ്യുന്നു? തനിക്കായിട്ട് വേർതിരിക്കുന്നു. അതാണ് ഈ കാലം. അത് സംബന്ധിച്ച് വളരെ മനോഹരമായി വേദപുസ്തകത്തിൽ ചില ഭാഗങ്ങളുണ്ട്. നോക്കിക്ക്, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 16-ാമത്തെ വാക്യം. യോഹന്നാൻ 10:16. യോഹന്നാൻ 10:16-ാമത്തെ വാക്യം. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, എന്നിട്ട് അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. ഈ തൊഴുത്തെന്നവിടെ പറയുന്നത് യഹൂദനെ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ്. യഹൂദനാകുന്ന ആടുകളെ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ്. കർത്താവ് പറയാണ്, ഇവർ മാത്രമല്ല എനിക്ക് ആടുകളായിട്ടുള്ളത്. ഈ തൊഴുത്തിൽ കെട്ടപ്പെടുന്നതായ യഹൂദനാകുന്ന ആട് മാത്രമല്ല ഉള്ളത്, ഈ തൊഴുത്തിൽപ്പെടാത്ത വേറെ ആടുകളുണ്ട്. ആ വേറെ ആടുകളാണ് ദൈവകൃപയാൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ, ദൈവജനം എന്ന് നമ്മളിപ്പോൾ വിശേഷിപ്പിക്കുന്ന സഭാംഗങ്ങളായ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. ഇനി ഇത് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു വാക്യമാണ് യോഹന്നാൻ 1:11. യോഹന്നാൻ 1:11 നോക്ക്. അതറിയാവുന്ന മനപ്പാട വാക്യമല്ലയോ? അവൻ സ്വന്തം ആരായി? സ്വന്തത്തിലേക്ക് വന്നു. ആ സ്വന്തം ആരാ? ഇസ്രായേൽ, യഹൂദൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യഹൂദനായിട്ട് ആ ജാതിയിൽ ബേത്ലഹേമിൽ പിറന്നു വന്നു.
സ്വന്തത്തിലേക്ക് പിറന്നു വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? എങ്ങനെയാ കൈക്കൊള്ളാത്ത? കണ്ടില്ലേ, പീലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് ഈ സ്വന്തമായവർ എന്ത് പറഞ്ഞു? അവനെ വേണ്ട, അവനെ ക്രൂശിക്കുക, അവനെ ഞങ്ങൾക്ക് വേണ്ട. അപ്പം സ്വന്തമായവരോ കൈക്കൊണ്ടില്ല. അടുത്ത വാക്യം എന്ത് വായിക്കുന്നു? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവൻ എന്ന വാക്ക് കണ്ടോ? ഏവനും. അത് യഹൂദൻ ഒഴിച്ച് ഏവനുമായിക്കോട്ടെ, ഏവളുമായിക്കൊള്ളട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവൾ. അതിനെ ഒരു ദൃഷ്ടാന്തത്തിലൂടെ കർത്താവ് പറഞ്ഞു. സ്വർഗരാജ്യം ഒരു രാജാവ് തൻ്റെ മകന് വേണ്ടി ഒരുക്കിയ വിവാഹ സദ്യയ്ക്ക് സദൃശം. എന്നിട്ട് എന്ത് ചെയ്തു? ആദ്യം ക്ഷണിച്ചവരെ വീണ്ടും ക്ഷണിക്കുവാനായി പറഞ്ഞയച്ചു. കുലീനന്മാരായ യഹൂദനെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളെ വിളിച്ചു. അവരാരും വന്നില്ല. അവർ ഓരോ ഒഴികഴിവ് പറഞ്ഞ് അതിനെ അവഗണിച്ചു, ഉപേക്ഷിച്ചു. അപ്പോൾ രാജാവ് എന്താ പറഞ്ഞത്? നിങ്ങൾ പോയി വഴിയിൽ കണ്ടവരെ ഒക്കെയും, അംഗഹീനരെയും കുരുടന്മാരെയും ബലഹീനരെയും ഒക്കെ വിളിക്കാൻ പറഞ്ഞു. അതാണ് നമ്മൾ, അങ്ങനെ ക്ഷണിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇതിനെ പത്രോസ് അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നത് നോക്ക്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എടുത്ത് 15-14 വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 15-14 വാക്യം നോക്ക്. ദൈവം തൻ്റെ നാമത്തിനായി എവിടെ നിന്ന്? സ്തോത്രം. ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ പത്രോസ് പറഞ്ഞല്ലോ എന്നാണ് അവിടെ പറയുന്നത്. ആ വാക്യത്തിൽ പറയുന്നത് എന്നതാ? ദൈവം തൻ്റെ നാമത്തിനായിട്ട് ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുന്നു. ഇതാരാ? നമ്മളാ. ദൈവം തൻ്റെ നാമത്തിനായി ജാതികളിൽ നിന്നൊരു കൂട്ടരെ എടുത്തുകൊള്ളുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ പ്രവർത്തിക്കുന്നു, ചെയ്യുന്നു. അങ്ങനെ ജാതികളിൽ നിന്ന് തൻ്റെ നാമത്തിനായി ദൈവം ആളുകളെ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് ചേർത്ത് കൊണ്ടിരിക്കുന്ന കാലയളവാണ് ഇപ്പോൾ. അത് മറന്നു പോകരുത്. ഇപ്പോൾ അങ്ങനെ ചേർത്ത് കൊണ്ടിരിക്കുന്നു. അതാ നമ്മൾ സുവിശേഷം പറഞ്ഞത്. നോക്കിക്കേ, ഒരു 10, 25, 30 കൊല്ലത്തിന് മുമ്പ് പെരിയാവിൽ ഇങ്ങനെ ഒരു കൂട്ടമുണ്ടോ? ഇല്ല. നമ്മളെയൊക്കെ ദൈവം തിരഞ്ഞെടുത്തു. ഇതുപോലെ പലയിടത്തു നിന്നും, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും, മൂലകളിലും മുക്കുകളിലും അക്ഷരാഭ്യാസം ഉള്ളവരുടെ ഇടയിലും ഇല്ലാത്തവരുടെ ഇടയിലും, കോളനിയിലും കാട്ടിലും മലകളിലും കാടന്മാരുടെ ഇടയിലും വേടന്മാരുടെ ഇടയിലും ഒക്കെ പോയി ഈ സുവിശേഷം എത്തിക്കുന്നത് കൊണ്ട് അവിടെയൊക്കെ ഉള്ളവർ രക്ഷിക്കപ്പെടുന്നു. ദൈവം തൻ്റെ നാമത്തിന് വേണ്ടി ഈ പറഞ്ഞ എല്ലാ സമുദായങ്ങളിൽ നിന്നും തന്നിൽ വിശ്വസിക്കുന്നവരെ തൻ്റെ നാമത്തിന് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ യഹൂദനായാലും അവനെയും ദൈവം ഇതിനകത്ത് ചേർക്കുന്നു. പക്ഷേ യഹൂദന് മൊത്തത്തിൽ ഇപ്പം അന്ധത പിടിച്ചിരിക്കുക. അവൻ വിശ്വസിക്കത്തില്ല, അവൻ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് അവനെ ഇപ്പോൾ തൽക്കാലം അങ്ങ് വിട്ടിരിക്കുക, അവനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ഒരു അർത്ഥത്തിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. യഹൂദൻ്റെ കാര്യപരിപാടിയിൽ ലോക ചക്രത്തിൽ ഇങ്ങനെ അവൻ നീങ്ങി അവൻ്റെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ കാണാം, ഇതാ റെയിൽവേ ക്രോസ് ഗേറ്റ് അടച്ചിട്ടിരിക്കും പോലെ യഹൂദനെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുക. അവിടെ നിൽക്കാൻ പറഞ്ഞു. ഗേറ്റ് അടച്ചിട്ടിരിക്കുന്ന സമയത്ത് വണ്ടി കിടക്കും പോലെ യഹൂദൻ്റെ കാര്യപരിപാടിയിൽ ഇപ്പോൾ അടച്ചിട്ടിരിക്കുക, അവിടെ കിടക്കുക. അവനോടുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടി ഇപ്പോൾ തുടരുന്നില്ല, സ്റ്റോപ്പാണ്. എത്ര വരെയാണ് ഈ സ്റ്റോപ്പ്? ഇനി ഈ ട്രെയിൻ ഒന്ന് എന്ത് ചെയ്ത് കിട്ടണം? പോയി കിട്ടുമ്പോൾ ഗേറ്റ് തുറക്കുന്നു, പഴയതുപോലെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നു, മുമ്പോട്ട് പോകുന്നു. ഇതുപോലെ സഭയാകുന്ന ദൈവം തനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സഭയാകുന്ന ആളുകളുടെ കൂട്ടം എന്ന് തികയുമോ, എന്ന് ഫിനിഷിംഗ് ആകുമോ, അപ്പോൾ ദൈവം ജാതികളിൽ നിന്ന് വേർതിരിക്കുന്ന സഭയെ ഇവിടുന്ന് മാറ്റുന്നു. പിന്നെ ഇവിടെ നിർത്തൽ ചെയ്ത് വച്ചിരിക്കുന്ന യഹൂദനുമായി ദൈവത്തിൻ്റെ ഇടപെടൽ വീണ്ടും എന്ത് ചെയ്യപ്പെടുന്നു? പുനഃസ്ഥാപിക്കപ്പെടുന്നു. അപ്പോൾ 69ാമത്തെ ആഴ്ചവട്ടം വീണ്ടും എന്ത് ചെയ്യുന്നു? അടുത്ത 70. അതിൻ്റെ കൂട്ടത്തിൽ ഏത് തുടങ്ങും? 70. അപ്പോൾ 70 ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പ് പീരീഡിലാണ് നമ്മൾ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. മനസ്സിലായോ? ഈ ഗ്യാപ്പിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അങ്ങനെ ദൈവം തൻ്റെ ജാതികളിൽ നിന്ന് തൻ്റെ നാമത്തിനായി ഒരു കൂട്ടത്തെ തിരഞ്ഞെടുക്കുന്നു. അതുവരെ യഹൂദന് ഒരു കാഠിന്യം മനസ്സിൽ പിടിച്ചിട്ടുണ്ട്. റോമാലേഖനം 11-ാം അധ്യായം 25-ാം വാക്യം എടുത്ത്. റോമാലേഖനം 11-ാം അധ്യായം 25-ാമത്തെ വാക്യം. സഹോദരന്മാരെ,
ആ ഓ ഒരു രഹസ്യം പറയുക പൗലോസ്. ഈ രഹസ്യം അറിയാതിരിക്കരുത്. എന്നതാണ്? ആ കേട്ടോണം. ജാതികളുടെ പൂർണ്ണ സംഖ്യ തികയുവോളം ഇസ്രായേലിന്, യഹൂദന് എങ്ങനെയുണ്ട് ഈ വാക്യം? ജാതികളുടെ പൂർണ്ണ സംഖ്യ തികയുവോളം. എന്താ പറയുന്നത്? ജാതികളിൽ നിന്ന്, ശ്രദ്ധിച്ചോ, എത്ര പേരെ സെലക്ട് ചെയ്ത് സഭാംഗങ്ങളാക്കി തീർക്കണമോ ആ സംഖ്യ എനിക്കറിഞ്ഞൂടാ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആ സംഖ്യ തികയുന്നത് വരെ, ആ സംഖ്യ തികയുന്നത് വരെ യഹൂദൻ്റെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? കാഠിന്യം പിടിച്ചിരിക്കുന്നു. ആ സംഖ്യ ആർക്കറിയാം? കർത്താവിനറിയാം. ഈ സംഖ്യ എന്നാ തുടങ്ങിയേ? പെന്തക്കോസ്ത് ദിവസത്തിൽ പത്രോസിൻ്റെ പ്രസംഗത്തോടുകൂടെ രക്ഷിക്കപ്പെട്ട 3000 ആളുകളോടുകൂടി എന്ത് ചെയ്തു? ഈ സംഖ്യ തുടങ്ങി. അത് കഴിഞ്ഞെടുത്ത് എന്തായി? അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ അത് 5000 അടുത്ത് വരുമ്പോൾ എന്തായി? പുരുഷന്മാരുടെ എണ്ണം അങ്ങ് വർദ്ധിച്ചു തുടങ്ങി. പിന്നെ സഭ നടന്നും പെരുകിയും എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഇങ്ങനെ പെരുകിക്കൊണ്ടിരുന്നു. അങ്ങനെ പെരുകി ഇന്ന് ലോകത്തിൻ്റെ 5 വൻകരകളിലുമായി അനേകം ആളുകൾ. നമുക്ക് ഈ ഇവിടെ ഇന്ത്യയിൽ ന്യൂനപക്ഷമാണ് ക്രിസ്ത്യാനികൾ. 2-3% പോലും ഇല്ല. ആ 3%-നകത്തുള്ള എല്ലാം ഈ സംഖ്യയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ സംഖ്യ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്നവരാണ്. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ ദൈവം ജാതികളിൽ നിന്ന് അടർത്തി സഭ എന്ന സംഖ്യയോട് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ചേർത്തിരിക്കുന്നു. ഈ സംഖ്യയുടെ അവസാനത്തെ ആളും കൂടെ രക്ഷിക്കപ്പെടുമ്പോൾ ഈ സംഖ്യ തികയും. അതുവരെ യഹൂദൻ എങ്ങനെ ഇരിക്കുന്നു? ഹൃദയം കാഠിന്യം പിടിച്ചിരിക്കുന്നു. അവൻ്റെ ഹൃദയത്തെ ദൈവം അന്ധത പിടിപ്പിച്ച് വച്ചിരിക്കുക, കണ്ണിനെ കുരുടാക്കി വച്ചിരിക്കുക, ഹൃദയം കാഠിന്യം പിടിച്ചിരിക്കുക. ഇതെന്ന് തുടങ്ങിയവൻ്റെ കാഠിന്യം? ക്രിസ്തു ലോകത്തിൽ വന്ന് ക്രിസ്തുവിനെ നിഷേധിക്കുമ്പോഴേ ഈ കാഠിന്യം അവൻ്റെ ഹൃദയത്തിലുള്ളതാണ്. ഈ കാഠിന്യം മാറി യഹൂദൻ ക്രമപ്പെടുവാൻ വരുന്ന ഒരു കാലം ഉണ്ട്. അങ്ങനെ ഹൃദയം അവൻ്റെ കാഠിന്യത മാറി അനുദപിച്ച് യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ 70 ആഴ്ചവട്ടത്തിൽ 70ാമത്തെ ആഴ്ചയെ ദൈവം എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്? മാറ്റി വെച്ച്. ആ ഒരാഴ്ചവട്ട കാലം ഇവനോട് ദൈവം ശക്തമായി ഇടപെടാൻ പോവുക. ഇപ്പം വിട്ടിരിക്കുക. ഇപ്പം അവൻ്റെ ഇഷ്ടത്തിനങ്ങ് വിട്ടിരിക്കുക. ഇഷ്ടം പോലെ ജീവിച്ചോളാനും പ്രവർത്തിച്ചോളാനും അങ്ങ് വിട്ടിരിക്കുക. എന്നാലും അവനോടുള്ള ദൈവത്തിൻ്റെ കരുണ പറ്റിപ്പോയിട്ടില്ല. രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയുള്ള സാമുദായികപരമായിട്ടും അവൻ താഴ്ന്നു പോകുമ്പോൾ ദൈവം താങ്ങുന്നു, പിടിച്ചു നിർത്തുന്നു, നിലനിർത്തുന്നു. അതൊക്കെ വേറൊരു ഭാഗം, അതവിടെ ഇരിക്കട്ടെ. എന്നാൽ നമ്മൾ ഈ ഭാഗത്ത് ചിന്തിച്ചു വരുന്നത് പോലെ അവനോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലിൽ ഇനി ഒരാഴ്ച കൂടെ ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൂടെ വരുമ്പോൾ 70ാമത്തെ ആഴ്ചവട്ടം എന്ത് ചെയ്യും? തികഞ്ഞു വരും. ഇനി നമുക്ക് ആ 70 ആഴ്ചവട്ടത്തിൻ്റെ ഒരു അല്പവിവരണത്തിലേക്ക് വരാം. ഇനി നമ്മളിപ്പോൾ ഇനിയുള്ള സമയത്ത് കിടക്കാൻ പോകുന്നത് 70ാമത്തെ ആഴ്ചവട്ടം തുടങ്ങിയെന്ന് വെച്ചോ. അങ്ങനെ തുടങ്ങി എന്ന് പറയുമ്പോൾ ഓർത്തോണം, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായവും എന്ത് ചെയ്തു? തുടങ്ങി. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായവും തുടങ്ങുന്നു. ആ തുടങ്ങുന്ന സമയമൊക്കെ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഇപ്പോൾ ഈ 70ാമത്തെ ആഴ്ചവട്ടത്തെ പിന്നെയും 2ആയി പിരിച്ചിട്ടുണ്ട്. കുഴയരുത്. 70 ആഴ്ചവട്ടത്തെ 3ആയി ഡിവൈഡ് ചെയ്തു. ആ 3 വിഭജനത്തിലെ ആദ്യത്തെ 2 വിഭജനങ്ങളും ചേർത്ത് നമ്മൾ ഒന്നായി മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. 70 ആഴ്ചവട്ടത്തെ 3ആയി ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 7 ആഴ്ചവട്ടം, പിന്നെ ഒരു 62 ആഴ്ചവട്ടം, അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചവട്ടം. ഈ ഒടുവിലത്തെ ഒരാഴ്ചവട്ടത്തെ ഇനിയും ബൈബിളിൽ 2ആയിട്ട് പിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ 2ആയിട്ട് പിരിക്കുമ്പോൾ നേർപകുതി 7 പകുതിയാകുമ്പോൾ എത്ര വരുന്നു? 3.5 കൊല്ലം അങ്ങനെ പിരിച്ചിട്ടുണ്ട്. അതിന് തെളിവുണ്ടോ നോക്കാം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം നോക്ക്. 9:27. ആഴ്ചവട്ടത്തിൻ്റെ
മധ്യേ, ആഴ്ചവട്ടത്തിൻ്റെ നടുക്ക് വരുമ്പോൾ. ഇവിടെ അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമം കഠിനമാക്കുമെന്ന് അവനെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ആരെയാണെന്നറിയാമോ? ആരെയാ? അന്തിക്രിസ്തുവാ. 70-ാമത്തെ ആഴ്ചവട്ടം തുടങ്ങുമ്പോൾ ആ 70-ാമത്തെ ആഴ്ചവട്ടത്തിൽ എന്തൊക്കെ ലോകത്തിൽ നടക്കുമോ ആ നടക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ അധികാരം കൈയാളുന്നത് ആരാണ്? അന്തിക്രിസ്തുവാ. അവൻ വരുവാനിരിക്കുന്ന പ്രഭുവാണ്. വരുവാനിരിക്കുന്ന പ്രഭുവായ അന്തിക്രിസ്തുവിൻ്റെ കയ്യിൽ ഭരണം അങ്ങ് കിട്ടും. അവൻ നിയമം ചെയ്യും. ആ നിയമമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അവൻ്റെ കയ്യിൽ ഈ ഭരണം കിട്ടിക്കഴിയുമ്പോൾ, 7 വർഷത്തെ ഭരണം കിട്ടിക്കഴിയുമ്പോൾ, പകുതി എന്ന് കേട്ടല്ലോ. ആദ്യത്തെ 3.5 കൊല്ലം, പിന്നീടുള്ള 3.5 കൊല്ലം. ഇതിൽ ആദ്യത്തെ 3.5 കൊല്ലവും ഇവൻ വളരെ മൃദുലമായ നിലയിൽ, വളരെ നയപരമായ നിലയിൽ, കാഠിന്യം ഒന്നും പ്രവർത്തിക്കാതെ യഹൂദന് ഇഷ്ടമായ അവന് സഹായകരമായും അവന് ഇഷ്ടപ്പെടുന്ന വിധത്തിലും ഭരണം നടത്തും ആദ്യത്തെ 3.5 കൊല്ലം. പിന്നീടുള്ള 3.5 കൊല്ലമാണ് ശരിക്കും പറഞ്ഞാൽ വേദപുസ്തക പ്രകാരമുള്ള മഹാപീഡനം ആരംഭിക്കുന്നത്. ഈ പീഡനം ആരംഭിക്കുന്നത് 70-ാമത്തെ ആഴ്ച തുടങ്ങുമ്പോഴേ പീഡനം തന്നെയാണ്. എങ്കിലും ശരിക്കുമുള്ള കഠിനമായ മഹാപീഡനം ആരംഭിക്കുന്നത് ഈ 7 കൊല്ലത്തിൻ്റെ രണ്ടാമത്തെ 3.5 കൊല്ലം, 7 കൊല്ലത്തിൻ്റെ 2-ാം ഭാഗം തുടങ്ങുമ്പോഴാണ് ശക്തമായ പീഡനം തുടങ്ങുന്നത്. ആദ്യത്തെ 3.5 കൊല്ലം അത്ര വലിയ കുഴപ്പമൊന്നും കാണത്തില്ല. ഒരു നയപരമായ ഭരണ സംവിധാനം അന്തിക്രിസ്തു സ്വീകരിച്ചു പോകും. ഇത്രയും മനസ്സിലൊന്ന് വെച്ചിട്ട് ഇനിയുള്ള ഭാഗങ്ങൾ കേട്ടോ. ആദ്യം ഈ പിരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദാനിയേൽ 9:27 ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ എന്ന പ്രയോഗം കണ്ടു. ഇനി 12:7 നോക്ക്. 12:7 നോക്കിക്കേ. കണ്ടോ ആ പ്രയോഗം കണ്ട. ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും. അതെന്തോ ഒരു പ്രയോഗമാണ്. കാലം, കാലങ്ങൾ, കാലാർത്ഥം. ഇത് 3.5 കൊല്ലത്തിന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു 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 പ്രത്യേക ശൈലിയാണ് അത്. കാലം 1 വർഷം, കാലങ്ങൾ 2 വർഷം, കാലാർത്ഥം 1/2 വർഷം. അപ്പോൾ എത്ര വർഷമായി? 3.5. കാലം, കാലങ്ങൾ, കാലാർത്ഥം പകുതി. അപ്പോൾ 7 വർഷത്തെ പിരിക്കുന്ന വിഭജനത്തിന് ബൈബിളിൽ പറയുന്ന ഒരു നാമകരണമാണ് ഞാൻ പറഞ്ഞത്. അതിനകത്തുനിന്ന് വേറെ ഒന്നും ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ വിഭജനം പിന്നീടെങ്ങാനും വായിക്കുമ്പോൾ ഇങ്ങനെ അതെന്തായി പറഞ്ഞിരിക്കുന്നതെന്ന് ചിന്തിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് 7 കൊല്ലത്തിൻ്റെ ഒരു വിഭജന ശൈലിയാണ് പറയുന്നത്. അടുത്ത് നോക്കാം, വേറൊരു വാക്യത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. 12:14 വാക്യം. വെളിപ്പാട് 12:14 വാക്യം. 12:14. ഒരു കാലവും ഇരുകാലവും അരക്കാലവും. അപ്പോൾ നമ്മൾ ചിന്തിച്ചു വന്ന രീതിയിൽ ഇത് എത്ര വർഷമാണ്? 3.5 വർഷം. കണ്ട ആ പകുതി പറയുന്ന പ്രയോഗങ്ങളാണ്. കാലം, കാലങ്ങൾ, കാലാർത്ഥം. ഒരു കാലം, ഇരുകാലം, അരകാലം. ഇനി നോക്കാം വേറൊരു വേദഭാഗം. 11:2-3 വാക്യം. വെളിപ്പാട് 11:2-3 വാക്യം. ജാതികളായ മനുഷ്യർ, അവിശ്വാസികളായ ആളുകൾ, അന്തിക്രിസ്തുവിൻ്റെ ആളുകൾ നഗരത്തെ എത്ര മാസം ചവിട്ടും? 42. ഇതെന്തുവാ? ഈ 3.5 കൊല്ലത്തെ മാസക്കണക്കിൽ കൂട്ടിയാൽ കിട്ടുന്നതാണ് എത്ര മാസം? അതങ്ങനെ ഈ ഞാൻ മുമ്പ് പറഞ്ഞു, യഹൂദൻ്റെ മാസക്കണക്കിൽ 31, 30, 29, 28 എന്നുള്ള നമ്മുടെ കലണ്ടർ രീതിയിലുള്ള ഏറ്റക്കുറച്ചിലുകളില്ല. അവർക്ക് എല്ലാ മാസത്തിൽ എത്ര ദിവസമേ ഉള്ളൂ? 30. അപ്പോൾ 30 ദിവസമാണ് കൃത്യം. അപ്പോൾ ഒരു വർഷത്തിൽ 12 മാസത്തിൽ 30 വെച്ച് കൂട്ടുമ്പോൾ എത്ര മാസം വരുന്നു?
12 മാസം. ഓക്കെ, 12 മാസം. അപ്പോൾ 42 മാസം ആകുമ്പോൾ ഇത് എത്ര വർഷം വരുന്നു? 3 വർഷത്തിന് 36, പിന്നെ ഒരു 6 കൂടെ കൂട്ടുമ്പോൾ 36, 6, 42. അതാണ് ഇവിടെ പറയുന്നത്, മാസക്കണക്കിൽ 42 മാസം. ഇനി ഒരു വാക്യം കൂടെ നോക്കിക്കോ, 13-ന്റെ 5-ാം വാക്യം വായിച്ചേ. 13-ന്റെ 5-ാം വാക്യം. 42 മാസവും. പിന്നെ ദിവസത്തിൻ്റെ കണക്കിലും പറയുന്നുണ്ട്, ഞാനിപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല, 1260 ദിവസം, അതിങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അവസാനത്തെ 7 വർഷത്തെ വേദപുസ്തകത്തിൽ 2ആയി പിരിച്ചിട്ടുണ്ട്. 3.5 കൊല്ലങ്ങളായി. ആദ്യത്തെ 3.5 കൊല്ലം, പിന്നീടുള്ള 3.5 കൊല്ലം. ഇനി ഇതിൻ്റെ ഈ 7 വർഷത്തിൻ്റെ സ്വഭാവം, 7 വർഷം ഇവരോട് ദൈവം ഇടപെടുമെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് ദൈവം ഇവരോട് ഇടപെടുന്നത്? അതായത് അവസാനത്തെ 7 വർഷം അല്ലെങ്കിൽ അവസാനത്തെ ആഴ്ച, അവസാനത്തെ 70 ആഴ്ചവട്ടത്തിൻ്റെ 70ാമത്തെ ആഴ്ചയായ അവസാനത്തെ ആഴ്ചയായ ആ മഹാപീഡനം എന്ന് പറയുന്ന കാലത്തിൽ ഈ ജാതിയോട് ദൈവം എങ്ങനെ ഇടപെടുന്നു? പഴയ നിയമത്തിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതും പുതിയ നിയമത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതുമായ ഭാഗങ്ങൾ, വാക്യങ്ങൾ മാത്രം നമുക്കൊന്ന് നോക്കാം. ഒന്ന് യെശയ്യാവ് 13-ന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യം. യെശയ്യാവ് 13-ന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യം നോക്കിക്കോ. അതെ, ഞാൻ ദൈവം അനുവദിച്ചാൽ പിന്നീടുള്ള ക്ലാസ്സിൽ ഈ മഹാപീഡനത്തിന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പേരുകൾ പ്രത്യേകിച്ച് പറയും. അന്നേരം ഇത് കുറച്ചുകൂടെ മനസ്സിലാകും. അതിന് മുമ്പേ ഓർത്തോ, ഇപ്പോൾ ഈ വാക്യത്തിൽ മഹാപീഡനത്തിന് പറഞ്ഞിരിക്കുന്ന ഒരു പര്യായ പദം കണ്ടോ? എന്തോന്നാണ് പറഞ്ഞിരിക്കുന്നത്? യഹോവയുടെ ദിവസം. യഹോവയുടെ ദിവസം എന്ന് പറയുന്നത് മഹാപീഡനത്തെ മൊത്തത്തിൽ പറയുന്ന ഒരു ആലങ്കാരിക പ്രയോഗമാണ്, യഹോവയുടെ ദിവസം. ഇനി വായിച്ചോ സൗരി, ഇനി വായിച്ചോ. മുറയിടുവിൻ. കേട്ടോ, ഓരോ വാക്കുകളും സൗരി വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആവശ്യമില്ലാത്ത വിധത്തിൽ അതിൻ്റെ ഭീകരതയെ, ഭയാനകതയെ വെളിപ്പെടുത്തുന്ന പദങ്ങളാണ്. വായിച്ചാട്ടെ. തളർന്നു പോകും, സകല ഹൃദയവും ഉരുകിപ്പോകും. പിന്നെ എന്നിട്ട് നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ. എന്നിട്ട് ഒന്ന് ഓർത്തു നോക്കണം വാക്ക്. അതൊക്കെ വളരെ പറയേണ്ടതാണേ. നമുക്കിപ്പോൾ ഒരു ക്ലാസ് എന്നതുകൊണ്ട് ഞാൻ വാക്യം മാത്രമേ പറയുന്നുള്ളൂ. പാപികളെ അതിൽ നിന്നും മുടിച്ചു കളവാൻ, അവരെ ഉന്മൂലനം ചെയ്യുവാൻ യഹോവയുടെ ദിവസം അതിക്രോധവും കോപത്തോടും കൂടെ വരുമെന്നാണ്. ആ 7 കൊല്ലത്തിൻ്റെ സ്വഭാവമാണ് ഈ വാക്യത്തിൽ പറയുന്നത്. നമ്മൾ മനസ്സിൽ കാണുന്നതിൻ്റെയൊക്കെ എത്രയോ നമുക്ക് തോന്നും, ഇത്രയും ക്രൂരനാണോ ദൈവം ഇങ്ങനെ ഇടപെടുമോ? ഒരു കിരാതത്വ സ്വഭാവത്തോടുകൂടെ ദൈവം മനുഷ്യനോട് ഇടപെടുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകാൻ സാധ്യതയുള്ള അത്രത്തോളം ഭീകരമായ ദിവസമായിരിക്കും. ഏത് ദിവസം? ഈ 70ാമത്തെ. ദാനിയേലിനോട് പറയുമ്പോൾ നിൻ്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും ഞാനൊരു 70 ആഴ്ചവട്ടം വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മറ്റേ 70 കാലം കഴിഞ്ഞിട്ട് സ്വന്തം നാട്ടിലേക്ക് സന്തോഷത്തോടെ ആനന്ദഘോഷത്തോടെ പോകുമ്പോലുള്ള ഒരു പോക്കല്ല ഇത്. ദൈവം നിനക്ക് വേണ്ടി ഒരു 490 കൊല്ലം വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 483 കൊല്ലം കഴിഞ്ഞു. അതിൽ നിങ്ങൾ പാടിയും ആടിയും അംഗീകരിക്കാതെയൊക്കെ മുമ്പോട്ട് പോയി. എന്നാൽ അവസാനം ഗ്യാപ്പിട്ട് വച്ചിരിക്കുന്ന 70ാമത്തെ ആ ആഴ്ച ഉണ്ടല്ലോ, അത് അതിഭയങ്കരമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇവർ കടന്നു പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പെട്ടുപോകാതെ ഇവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യണമെന്നാണ് കരുണയുള്ള ദൈവം ആഗ്രഹിക്കുന്നത്. അതിൽ പെട്ടു പോകാതിരിപ്പ. അതാ പറഞ്ഞത്, ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും എന്ന് പറഞ്ഞത് ഓർത്തോ നിങ്ങൾ? അതവർക്ക് കാരണം അവരുടെ ഹൃദയത്തിൽ അങ്ങോട്ട് കയറുന്നില്ല. അവരുടെ ഹൃദയം അങ്ങ് അന്ധത പിടിച്ചിരിക്കുകയല്ലയോ. ഇന്നും ചില ആളുകളോട് നമ്മൾ സുവിശേഷം പറഞ്ഞ് അവസാനം അവർ അതിനെ നിഷേധിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ദേഷ്യവും സഹതാപവും അല്ലേ? എത്രയോ വട്ടം
ഏതൊക്കെ വിധത്തിൽ പറഞ്ഞു കേൾപ്പിച്ചാലും അത് അവരുടെ ഉള്ളിൽ അങ്ങ് കയറുന്നില്ല, മനസ്സിലാകുന്നില്ല. സാത്താൻ അതിലെയോ തേജസ്സിൻ്റെ സുവിശേഷം പ്രകാശിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ അധിപതിയായ പിശാച് അവിശ്വാസികളുടെ ഹൃദയത്തെ യഹൂദൻ്റെ മാത്രമല്ല, ഇവിടെയും അവിശ്വാസികളായ പലരുടെയും ഹൃദയത്തെ അവൻ കുരുടാക്കി വച്ചിരിക്കുക. പിന്നെ എങ്ങനെയാണ് വെളിച്ചം ഉണ്ടാകുക? അപ്പോൾ ഇത്രയും ഭയങ്കരമായ ഒരു കാലഘട്ടമാണത്. അതിൻ്റെ ഒരു ഭാഗമാണ് വായിച്ചത്. അടുത്തൊരു ഭാഗം നോക്കിക്കേ. യെരമ്യാവിൻ്റെ പ്രവചനം 30:7. യെരമ്യാവ് 30:7. ആ നാൾ പോലെ, കണ്ടോ, ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു. എങ്ങനെയാണ്? വായിച്ചോ പെട്ടെന്ന് വായിച്ചോ, സ്പീഡിൽ വായിച്ചോ. അത് യാക്കോവിൻ്റെ കഷ്ടകാലം. അടുത്ത് ആട്ടെ, അത് യാക്കോബിൻ്റെ കഷ്ടകാലം ഭീകരതയൊക്കെ വിവരിക്കാൻ വരുന്നില്ല. ഇനി ദാനിയേൽ 12:1 നോക്ക്. ദാനിയേൽ 12:1. ഇനി ശ്രദ്ധിച്ചോ, ഒരു ജാതി ഉണ്ടായത് മുതൽ ആ പറയുന്ന കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം. അയ്യോ, അതാണ് മഹാപീഠം. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ പറയുന്ന സംഭവം നടക്കുന്നത് വരെ ഉണ്ടാകാത്ത കഷ്ടകാലം. ഇതിനെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് നോക്കാം. മത്തായിയുടെ സുവിശേഷം 24:21 വാക്യം തൽക്കാലം വായിച്ച് വിട്ടിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. മത്തായി 24:21. കണ്ടോ, ലോകാരംഭം മുതൽ ഇന്ന് വരെ, കണ്ടോ, ഒരു ജാതി ഉണ്ടായത് മുതൽ ഇതുവരെ സംഭവിക്കാത്തതും ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതുമായ അതിഭയങ്കരമായ കാര്യം. ഞാൻ നിങ്ങളോട് ചോദിക്കാം, എന്തുകൊണ്ട് അത്രയും ഭയാനകമായ എന്താ സംഭവം എന്നറിയാം? അതിന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അറിയാം ആ ദിവസങ്ങളുടെ ഭീകരത. ആളുകൾ ഇത് കണ്ടിട്ട്, ദൈവ ന്യായവിധി ഭൂമിയിൽ ഇറങ്ങുന്നത് കണ്ടിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആളുകൾ വിചാരിക്കും സ്വയമായിട്ട് നമുക്കങ്ങ് എന്ത് ചെയ്തേക്കാം, ആത്മഹത്യ ചെയ്യാം, മരിക്കാം. പക്ഷെ മരണം ഇവരെ വിട്ട് എന്ത് ചെയ്യും? ഉദാഹരണം ഇങ്ങനെ പറയും, ഒരാൾ തൂങ്ങിച്ചാകാമെന്ന് വിചാരിച്ചെന്ന് വെച്ചോ, അവൻ കഴുത്തിൽ കുഴയിട്ട് തൂങ്ങിയാൽ അവിടെ കിടന്ന് ഊഞ്ഞാലാടുക അല്ലാതെ ഇവൻ മരിക്കത്തില്ല. ഒരാളങ്ങ് ആത്മഹൂതി ചെയ്തു, അവനങ്ങ് എണ്ണ ഒഴിച്ച് ദേഹത്ത് തീ പിടിപ്പിച്ചു, അങ്ങനെ കിടന്ന് വേഗുകയല്ല, അവൻ ചാകത്തില്ല. മരണം ഇവരെ വിട്ടു പോകുമെന്നാണ്. എത്ര ദിവസത്തേക്ക്? ഈ പറയുന്ന അവസാനം അത്രയും ഭീകരമായ ഒരു 150 ദിവസം. അത് പിന്നീട് നമ്മൾ കേൾക്കാൻ പോവുക. അപ്പം അങ്ങനെയുള്ള കാലമാണത്. അത്ര ഭീകരമാണ്. ഞാൻ പറയാം, ഒരു ശക്തമായ ഇടിവെട്ടും മിന്നലും വന്നാൽ തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സുനാമി വരുമ്പോൾ, ഒരു പേമാരി 3-4 ദിവസം തുടർന്നാൽ നമ്മൾ എന്താകുന്നു? അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത അതിഭയങ്കരമായ രൂക്ഷമായ പ്രകൃതിയുടെ പ്രകമ്പനങ്ങളും ദൈവത്തിൻ്റെ ന്യായവിധി ഇറക്കപ്പെടുന്നതുമായ ദിവസം എന്തിനാണ്? ഒന്ന്, പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് ഇവർ യേശുവിനെ എന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞു. ആ തള്ളിപ്പറഞ്ഞവർ സ്വന്തം മനസ്സോടെ ആരെ തള്ളിപ്പറഞ്ഞുവോ അവൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഏറ്റെടുക്കാൻ പോവുക. അതിന് വേണ്ടി 7 വർഷം ശരിക്കും ഇവരെ ദൈവം പരുവപ്പെടുത്തുക. അതാണ് അതിൻ്റെ കാരണം. പിന്നെ ഇവർ പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് വിളിച്ചു പറഞ്ഞല്ലോ, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും, പിന്നെ അത് 2025 വർഷമായി ഇവർ അനുഭവിക്കുക. അത് തീർന്നില്ല, അതിൻ്റെ ലാസ്റ്റ് പീരീഡായിരിക്കും ഇത്. ഇതോടൊപ്പം തന്നെ സുവിശേഷം അനുസരിക്കാത്തവർ, അത് ജാതികളും പെടും, അവർ ഇത് കേട്ട് ഇവരുടെ ഭാഗമായിട്ട് ചേർന്ന് അവർ ഇത് അനുഭവിക്കാൻ പോവുക. ഈ ആഴ്ചവട്ടത്തിൻ്റെ അവസാന സമയം വരുമ്പോൾ ഇവർ യേശുവിനെ ഏറ്റെടുക്കും, സ്വീകരിക്കും. അതെങ്ങനെയാണെന്നറിയാമോ? കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷത സംഭവിക്കും. മഹത്വപ്രത്യക്ഷത ഈ 7 വർഷത്തിൻ്റെ ഒടുവിൽ യേശു കർത്താവ് എന്തു ചെയ്യും?
ഒലിവ് മലയിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഈ യഹൂദന്മാരെല്ലാം ഒലിവ് മലയുടെ ചുറ്റിലുമായിട്ട് വന്ന് കൂടും. എവിടെ നിന്നാണ് കർത്താവ് പോയേ? ഒലിവ് മലയിൽ നിന്ന്. പിന്നെയും അവിടേക്കാണ് വരാൻ പോകുന്നത്. വരവിൻ്റെ രണ്ടാം ഘട്ടം, നമ്മളെ ചേർക്കാൻ വരുന്ന വരവല്ല, അത് കഴിഞ്ഞിട്ട് ഇവർക്ക് വേണ്ടി വരുന്ന വരവ്. അതിൻ്റെ ചുരുക്കം എൻ്റെ മനസ്സിലുള്ളൊരു ആശയം അങ്ങ് പറയാം. വാക്യങ്ങളെടുത്ത് വിവരിക്കുമ്പോൾ തെരിയതാ സമയം തീരാറായി. ഒലിവ് മലയിലേക്ക് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഇവരെല്ലാം ഒലിവ് മലയുടെ ചുറ്റിലുമായിട്ട് വന്നു കൂടും. ആര്? യഹൂദന്മാർ. എന്തിനാണ് അവിടെ വന്നു കൂടുന്നത്? അന്തിക്രിസ്തുവിൻ്റെ ഈ ആക്രമണവും ആ സമയത്ത് നടക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളും മറ്റ് വേദനാജനകമായ കാര്യങ്ങളെല്ലാം അനുഭവിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയില്ലാതെ ഇവർ ഒരുമിച്ച് കൂടി സ്വർഗത്തേക്ക് നോക്കി നിലവിളിച്ച് കരയും. ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ മസിഹ എന്ന് വെച്ച് ഈ കള്ളനെയാണ് സ്വീകരിച്ചത്. എന്താ ഈ കള്ളനെ സ്വീകരിക്കാൻ കാര്യം? ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ഈ 7 കൊല്ലം തുടങ്ങുമ്പോൾ ഈ അന്തിക്രിസ്തു ഇവർക്ക് അനുകൂലമായിട്ടങ്ങ് നിൽക്കും. അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ അവർ വിചാരിക്കും ഇതാണ് യഥാർത്ഥത്തിലുള്ള മെസ്സിഹ, ഇവനെയാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, കാത്തിരുന്നതെന്ന് 2 കൈയും കൊണ്ടങ്ങ് സ്വീകരിക്കും. അത് ആ പരുവത്തിലെത്തും അവൻ. അത് നമുക്ക് പിന്നീട് മനസ്സിലാകും ക്ലാസ് കേട്ട് വരുമ്പോൾ. അപ്പോൾ അവർ യേശുക്രിസ്തു എന്ന് ഭാവിച്ച് അന്തിക്രിസ്തുവിനെ അങ്ങ് സ്വീകരിക്കും. അപ്പോൾ അവർക്ക് വളരെ സന്തോഷമൊക്കെ തോന്നും. നന്നായിട്ടൊരു 3.5 കൊല്ലം പോകും. 3.5 കൊല്ലമായി അതിൻ്റെ പകുതിയായി വരുമ്പോൾ അവൻ പറയും അവരുടെ ഇവനും കൂടെ സപ്പോർട്ട് ചെയ്താണ് ദൈവാലയം പണിത് കൊടുക്കുന്നത്. ആ ദൈവാലയത്തിൻ്റെ അകത്തെ അതിവിശുദ്ധ സ്ഥലത്ത് ഇവൻ്റെ ഒരു പ്രതിമ വയ്ക്കാൻ പറയും. കേൾക്കണം, നിങ്ങളുടെ ആ ഇരിപ്പ് കണ്ടപ്പോൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നത് എന്തായാലും നല്ലതാണ്. ദാനിയേൽ 9:27 വായിച്ച്. ദാനിയേൽ 9:27. 2 മിനിറ്റ് കൂടെ ഒന്ന് പോയാലും ഒന്ന് സഹിച്ചിരിക്കണേ. ഈ ഒരു വിഷയം ഒന്ന് ഉപസംഹരിക്കാൻ ഇതാവശ്യമാണ്. 9:27 വായിച്ച്. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ പറയും ഇനി ആരെയും യാഗമൊന്നും അർപ്പിക്കരുത്, ദൈവത്തിന് യാഗമൊന്നും വേണ്ട, ഖനനയാകവും ഭോജനമാകവും നിർത്തൽ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതൊരു പ്രവചന പ്രയോഗമാണ്. ശൂന്യമാക്കുന്നവൻ വരും. ഇതിനെ ഇനി മനസ്സിലാക്കാൻ 12:11 കൂടെ വായിച്ച്. 12:11. നിർത്തലാക്കുകയും ഹോമയാഗവും ഖനനയാഗവും ഒക്കെ നിർത്തിയിട്ട് ആ സ്ഥാനത്ത് എന്ത് കൊണ്ടുവയ്ക്കുമെന്ന് പറയുന്നു? മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും. ഇനി ഇത് മനസ്സിൽ വെച്ചിട്ട് മത്തായി 24:15 വായിച്ച്. മത്തായി 24:15. മത്തായി 24:15. അതെവിടെയാ? ഇപ്പോൾ ദാനിയേൽ 9:27 വായിച്ചില്ലേ? അതാണ് ഇവിടെ മത്തായി പറയുന്നത്. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ പ്രകാരം ശൂന്യമാക്കുന്ന മ്ലേച്ഛത ദൈവാലയത്തിൻ്റെ അകത്ത് നിലനിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ അന്ന് ഓർത്തോ, അന്ന് ചിന്തിച്ചോ. നിങ്ങൾ കാണുമ്പോൾ പ്രതിമയെ കൊണ്ട് അതിനകത്ത് വെച്ചിട്ട് അവൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇതിന് വേണം ഇനി എന്ത് ചെയ്യാൻ? യാഗം. നമസ്കരിക്കേണ്ടതെല്ലാം ഇതിനെയാണ് നമസ്കരിക്കേണ്ടത്. ഒരിക്കലും യഹൂദന് അന്യദൈവ ആരാധന നിഷിദ്ധമാണ്. ആവർത്തന പുസ്തകത്തിൽ പറയുന്ന അറിയാം, ഇസ്രായേലേ കേൾക്ക, യഹോവ ഏകൻ തന്നെ, ഏകൻ തന്നെ. ഈ പരുവത്തിലെത്തുമ്പോൾ അവർക്കറിയാം യഹോവ ഏകനാണ്, ഇവനെ ഞങ്ങളെങ്ങനെ ആരാധിക്കും, സേവിക്കും? നിഷേധിക്കും. ഇവർ നിഷേധിക്കുമ്പോൾ അപ്പോഴാണ് അന്തിക്രിസ്തുവിൻ്റെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തനി നിറം മനസ്സിലാകുന്നത്. പിന്നെ അങ്ങോട്ട് അവൻ്റെ സ്വഭാവമായിരിക്കും, അവൻ്റെ കളിയായിരിക്കും, അവൻ്റെ ഭരണമായിരിക്കും. അതാണ് മഹാപീഡനത്തിൻ്റെ തുടക്കം. ചിലർ പേടിച്ച് അവൻ പറയുന്നത് പോലൊക്കെ കേൾക്കും. ചിലർ മരിച്ചാലും നിന്നെ ഞങ്ങൾ സേവിക്കത്തില്ല, നീ കള്ളനാണ്, എതിർ ക്രിസ്തുവാണ്, നീ ദുഷ്ടനാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയം വരും. അങ്ങനെ ഇവർ നിഷേധിക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ വായിച്ച് ലോകാരംഭം മുതൽ അതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടകാലം ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ ഏതാണ്ടൊരു ധാരണ നിങ്ങൾക്ക് വന്നു എന്ന് ഞാൻ കരുതുന്നു. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്ന ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് ഇനിയുള്ളത് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ളത് തന്നെയാണ്. ഈ ദാനിയേൽ 9-ാം അധ്യായത്തിൽ 70 ആഴ്ചവട്ടം ദൈവം അവന് വേണ്ടി വെച്ചിരിക്കുന്നതിന് 6 കാരണങ്ങൾ
നമ്മൾ വായിച്ച വേദഭാഗത്ത് കിടപ്പുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഈ സബ്ജക്റ്റ് നമുക്കങ്ങനെ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും മഹാപീഡനത്തിലേക്ക് അഥവാ വെളിപ്പാട് പുസ്തകത്തിലേക്ക് പ്രവേശിക്കാം. ശ്രദ്ധിച്ചതിൽ നന്ദി. പ്രാർത്ഥനയോടെ വരിക. ഗ്രഹിക്കാൻ നിങ്ങൾക്കും പറയാൻ അടിയനും ഒരുപോലെ ദൈവകൃപ ആവശ്യമാണ്. അല്പം മനസ്സിലാക്കാൻ പ്രയാസം വരും, എനിക്കറിയാം. ഇത് 1-2 ക്ലാസ്സുകൾ കേട്ട് വരുമ്പോൾ പിന്നീട് കുറച്ചുകൂടെ ഇപ്പോഴത്തെ ആ ഒരു പരിപരുത്തൻ അവസ്ഥ മാറും എന്ന് എനിക്ക് ബോധ്യമുണ്ട്. കർത്താവ് അതിനെ നമ്മെ എല്ലാവരെയും ഒരുപോലെ സഹായിക്കട്ടെ. അവിടുത്തെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.